ഇവിടെ നിന്നത് 2 വലിയ തക്കാളിയായിരുന്നു. കായ്ച്ചു മറിഞ്ഞു കിടക്കുക, ആർക്കും വേണ്ട. ഇവിടെ എത്ര ഇടയ്ക്ക് കായ്ക്കുമോ? പിന്നെ ഭയങ്കരമായിട്ട് കായ്ക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ തേജ ബോയ്സ് ആൻഡ് ഫാമിലി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സങ്കടം പറയാനാണ് കണ്ടത്. പക്ഷെ എൻ്റെ മുഖത്തേക്ക് സങ്കടം ഇല്ലെന്ന് തോന്നില്ലേ? അധികം സങ്കടം മുഖത്തില്ല. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഒറ്റ തട്ട് വെച്ച തക്കാളി ഒരു നാശം പിടിച്ച കുരങ്ങൻ വന്ന് പറിച്ചോണ്ട് പോയി. 3 തക്കാളി ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാൻ പറിച്ച്, 2 എണ്ണം പഴുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. നമ്മൾ ഓണമൊക്കെ ഉണ്ടിട്ട് വന്നപ്പോഴത്തേക്കിനും 2ഉം കാണാനില്ല. നമ്മൾ വിചാരിച്ച ആരെങ്കിലും പറിച്ചുകൊണ്ട് പോയതായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിൽക്കുകയായിരുന്നു, ഇതൊട്ട് പറിച്ചതുമില്ല. അപ്പം ഞാൻ വിചാരിച്ച ആരെങ്കിലും നമ്മളില്ലാത്ത പക്കത്തിൽ ആരെങ്കിലും വന്ന് പറിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അമ്മ വന്ന് താഴെ അവിടെയൊക്കെ തൂത്തപ്പോഴത്തേക്കിനും തക്കാളി തിന്നേൻ്റെ പാതി അവിടെ കിടക്കും. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊന്നെങ്കിൽ കുരങ്ങ് അല്ലെങ്കിൽ കാക്ക, അങ്ങനെ എന്തെങ്കിലും ആണ് തിന്നേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. വേറെ ആരും പറിച്ചുകൊണ്ട് പോയേക്കുന്നതല്ലാതെ നമുക്ക് മനസ്സിലായി. പിന്നെ ഇന്നിനി നമുക്ക് നമ്മുടെ പയർ താണ്ട വളർന്ന് അത് താണ്ട കൂട്ടുപിടിച്ച് തക്കാളിയിൽ കയറി ചുറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമുക്കൊരു പന്തലൊക്കെ ഇട്ട് കെട്ടിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീക്കി വെക്കണം. അവിടെ നമ്മൾ പന്തൽ കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീക്കി വെക്കാം. ഈ തക്കാളി നമുക്ക് പറിക്കുകയല്ലേ? അത് പറയാം. അത് പൊട്ടാതെ എടുക്കണം കേട്ടോ. അടുത്ത പൂ വന്നിട്ടുണ്ട് ഗൈസ്. തക്കാളിയിൽ അടുത്ത പൂ. നിങ്ങളിപ്പോൾ വിചാരിക്കും നമുക്ക് നട്ട ഭ്രാന്തായിരിക്കും, നട്ടുവെച്ച് ഇത് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിൽ വളരുമെന്തോ. ഇതിൽ നമുക്കിനി കയറ് വല്ലതും ചുറ്റി കൊടുക്കണമായിരിക്കും. ഇപ്പം എന്തായാലും വെയിലല്ലേ, നമുക്ക് വൈകുന്നേരം വന്നിട്ട്. വൈകുന്നേരമല്ല, ഇപ്പം എന്തിനാ ചെയ്ത് ഇത്ര അങ്ങ് പോവാം. വേറെ ഒരുപാട് പണിയുള്ളതാണ്. ഇനി വൈകുന്നേരത്തേക്ക് സമയമില്ല. അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതുകൊണ്ട് ആ സാധനത്തിലോട്ട് കയർ ഇങ്ങനെ കപ്പ് ചെയ്ത് കെട്ടാം. അങ്ങനെ കെട്ടിയത് അങ്ങോട്ടും കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പോർഷനിൽ നീ പറഞ്ഞ പോലെ പന്തൽ പോലെ ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സ്ക്വയർ പീസിൽ അത് ഈ കയർ ഔത്താണ്ട് ഇഞ്ചിലോട്ട് കെട്ടിയത്. അപ്പോൾ ആ കയറിലോട്ട് കയറി പൊക്കോളും. ഒന്നിയാണ്ട് ആ കാണുന്ന കയറില്ലേ, അത് അവിടുന്ന് എടുത്താണ്ട് ഈ കമ്പിയിൽ ഇങ്ങനെ ക്രോസിന് ഇങ്ങനെ കെട്ടിയാൽ മതിയെന്ന്. പിച്ചാത്തിയോടോ? അപ്പം ഞാൻ ഈ കയറ് കുറച്ച് ഈ കമ്പിയിലോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ തോന്നുന്നു. വെച്ചാൽ കമ്പിയിലാകുമ്പോൾ കയറാനെ കൊണ്ട് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കയറ് ചുറ്റി കൊടുക്കാൻ വെച്ചു. ഇത് എന്തൊരു പയറാണ്? വള്ളിപ്പയറാ? അതുപോലെ നമ്മളെ മുളക് തൈകൾ ഇതേ ഇത്ര ആയി കേട്ടാ. പക്ഷെ ഇലകൾ കഴിക്കണുണ്ട് ഇപ്പോഴും, എന്നാലും വലിയ കുഴപ്പമില്ലാതുണ്ട്. പിന്നെ ഇത് അവിടെയൊക്കെ വച്ചേക്കുന്നതും അത്യാവശ്യം പൊടിച്ചിങ്ങനെ വരണുണ്ട്. പക്ഷെ എന്നാലും തക്കാളി ഇതിൽ ഇങ്ങനെ ആക്കണെന്തിനാ? ആ വള്ളി അവിടെ അങ്ങ് തൂക്കിയിട്ട് അതിൽ പിടിച്ച് കയറൂലേ? അത് വള്ളി ജസ്റ്റ് തൂക്കിയിട്ടിരുന്നാൽ പോരെ, അതിൽ പിടിച്ച് കയറൂലേ? പിന്നെ നീ ഇപ്പം ഈ കാണിക്കണം എന്തിനാണ്? ഇത് ഇതിലിങ്ങനെ ചുറ്റി എന്തിനാണ്?
ഒരെണ്ണം തമ്മി ചുറ്റി നിൽക്കുക. അതൊന്നും പ്രശ്നമില്ല. അത്രയും അതിന് കയറിക്കോളും. അതാണ് പറഞ്ഞ അവിടെ നിന്ന് അഴിക്കണമെന്ന്. ഓ കടിച്ചു കീറാൻ മാത്രമേ അറിയുള്ളൂ ഗൈസ്. എന്തൊരു ആ ഇപ്പൊ ഞാനിത് ഒരു പിടിയിൽ ഞാൻ അഴിച്ചു കാണിക്കട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചില്ല, എന്റെ ചെവി കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി എന്നിട്ട് മുന്നോട്ടെത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടി കൊടുക്കും. അപ്പൊ അങ്ങനെ 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 അങ്ങോട്ട് പോകും. അതുപോലെ അത് അഴിഞ്ഞു പോവും ഏട്ടായി. കട്ട് ചെയ്യത് അപ്പുറത്തുനിന്ന് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ വള്ളി കിട്ടൂലേ. എല്ലാം ഞാൻ വീഡിയോ എടുക്കും. അതാകുമ്പോൾ എൻ്റെ ചീത്ത പറയുന്നത് നിങ്ങൾ കേൾക്കില്ല, കൊണ്ടൊന്നും വിടത്തില്ലായിരിക്കും. നാക്കടിക്കണത് നാക്കടിക്കണത് അങ്ങോട്ട് കേട്ട് ഡയലോഗ് അടിക്കാൻ എനിക്ക് പറ്റൂ. ഓ ആ പോട്ടെ. തെങ്ങിലെ ഇത് തെങ്ങിലല്ലല്ലോ, ഇതെന്തൊരു കവുങ്ങില് പാക്കായി തുടങ്ങി. എത്തൂലേ ഇത്തിക്കൂടെ അങ്ങോട്ട് വലി, തെങ്ങ് ഇങ്ങോട്ട് വലി, പക്ഷേ കവുങ്ങ് ഇങ്ങോട്ട് വലി. എന്നാ ഇതിലോട്ട് കെട്ടി നോക്ക്, അതിലും എത്തൂല. അതിലോട്ട് വലിച്ചു കെട്ടാൻ പറ്റൂലേ, ആ തെങ്ങിലോട്ട് വലിച്ചെട്ടാൻ പറ്റൂലേ. അത് സാരമില്ല, അത് സാരമില്ല. അതുകൊണ്ട് കുറച്ച് വള്ളി അവിടെ ഉണ്ട്, അതിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് കെട്ട്. ഇങ്ങോട്ടോ ഞാൻ കെട്ടാം. എന്നാ അത് ഇച്ചിരി വളർന്ന് ഇവിടെ വരെ ആവട്ടെ, എന്നിട്ട് കെട്ടാം. കഴിഞ്ഞു. നമുക്കിപ്പോൾ ഈ തക്കാളി പറിച്ചാലോ? ആദ്യമായിട്ട് വന്ന തക്കാളി ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാമെന്ന് ഞാൻ തൊട്ടപ്പോഴത്തേക്കിനുണ്ടല്ലോ പൊഴിഞ്ഞിങ്ങി വീണ്. ചെറിയ തക്കാളി, ഇവിടെ നിന്നത് 2 വലിയ തക്കാളിയായിരുന്നു. അതൊക്കെ ഞാൻ നല്ലപോലെ പറിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേനും എന്നെ ചതിച്ച്. അടുത്ത പൂവൊക്കെ വരുന്നുണ്ട്. അത് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഏച്ച് കെട്ടാതെ വലിയ കയറെടുക്കണമായിരുന്നു.
നമ്മുടെ നെല്ല് കണ്ട കായ്ച്ചു മറിഞ്ഞ് കിടക്കുക. ആർക്കും വേണ്ട. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം കേട്ടോ, നമ്മൾ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ കയറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ആ പയർ അതിലേക്കൂടെ കയറി അവിടെ നിന്ന് ഇങ്ങനെ വരും. ഇവിടെ എത്ര ഇടയ്ക്ക് കായ്ക്കുമോ? പിന്നെ ഭയങ്കരമായിട്ട് കായ്ക്കും. ഇനി നമുക്ക് താഴെ പോവാം. ഇനി ഇപ്പം എന്തായാലും നമുക്ക് ഈ ചെടിക്കൊക്കെ ഉച്ചയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചാൽ ശരിയാവില്ല, ഭയങ്കര വെയിൽ. നമുക്ക് വൈകുന്നേരം നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇളക്കിയിട്ട് കുറച്ച് കാടൊക്കെ പറിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളം നമ്മളെന്നും ഒഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ട് ഉള്ള പരിപാടി വേണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ എൻ്റെ പിള്ളേർക്ക് ഒരു 2-3 വണ്ടി എടുക്കാൻ പോയി. വണ്ടി എടുക്കാൻ പോയെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ വണ്ടിയാണ്. 30 രൂപയുടെ 3-4 കാറ് കാണിച്ചു തരാം. അപ്പോൾ വളം ഒന്നും ഇടാത്ത ഓർഗാനിക്. ഇപ്പൊ അത് തന്നെ, ഇപ്പൊ കഴുകുന്നു തരുന്നു. ഓർഗാനിക് എങ്ങനെയുണ്ട് ടേസ്റ്റ്? കഞ്ഞിവെള്ളം ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം പറിച്ചത് അമ്മേനുള്ളത്. അത് രണ്ടും അമ്മ സത്യസന്ധമായി പറയുന്നുണ്ട്. പാണ്ടിച്ചോവ ഉണ്ടോ? പാണ്ടിച്ചോവ ഇല്ലല്ലേ, മലയാളി ചോ. ഓക്കെ. അമ്മ മേളിൽ അത് പറഞ്ഞിറങ്ങുന്നു. പുതിയ വണ്ടി എടുത്തോണ്ടോ? ഒന്നല്ലല്ലോ, ബാക്കി എവിടെ? ഇതുപോലത്തെ നമ്മൾ എത്ര വണ്ടി മേടിച്ച്? 6 വണ്ടി മേടിച്ച. ദാണ്ടേ കിടക്കുന്നുണ്ട്. ദാണ്ടേ പിന്നെ ഇത് രണ്ടും ഇപ്പൊ മേടിച്ചു. അത് ഞാൻ അവന്മാർക്ക് കൊടുത്തില്ല കേട്ടോ കൈസ്. എവിടെ JCB ഒക്കെ എവിടെ? പിന്നെ താണ്ട സ്പൈഡർമാൻ, അവന്മാരുടെ ചമ്മണ്ണൻ സ്കേറ്റിംഗ് കൂടി പോണ ചമ്മണ്ണൻ മേടിച്ച്. പിന്നെ വേറെന്തിനായിരുന്നു? അയ്യോ. അപ്പോ അവന് ഇത് അടുക്കി വെച്ചിരുന്ന് കളിക്കാനെ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും പിന്നെ കാണാം. ഇവ എങ്ങനെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് അറിയോ? കടയിൽ പോയപ്പോ ഒരു മുതുക്ക് തോക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ചു കൊടുക്കാൻ ചന്ദ്രു പറ. പിന്നെ കാണാം. ഓക്കെ. നീ പറ പിന്നെ കാണാം. വേണ്ട. അപ്പൊ ഓക്കെ, ബൈ ബൈ.